ബിലീവേഴ്സ് ഈസ്റ്റേൺ ചർച്ചിൻ്റെ പരമാധ്യക്ഷനായ മാർ അത്തനേസ് യോഹൻ പ്രഥമൻ മെത്രാപ്പോലീത്ത തിരുമേനി അദ്ദേഹം കാലം ചെയ്തു. അദ്ദേഹത്തിൻ്റെ വേർപാടിൽ നിങ്ങളെല്ലാവരോടുമൊപ്പം ഞാനും ഗോവ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ ഭരണ സംവിധാനത്തിൻ്റെയും അനുശോചനം രേഖപ്പെടുത്താൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. തിരുമേനിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു സാധാരണക്കാരനായി ഈ നാടിൻ്റെ മണ്ണിൽ മധ്യ തിരുവിതാംകൂറിൽ ജനിച്ച് അദ്ദേഹത്തിൻ്റെ ജീവിതം മുഴുവൻ ഒരു ആശയത്തിന് വേണ്ടി, ക്രിസ്ത്യ ജീവിതത്തിന് വേണ്ടി, അതുൾക്കൊള്ളുന്ന ആത്മീയതയ്ക്ക് വേണ്ടി അദ്ദേഹം സമർപ്പിക്കുകയും അങ്ങനെ സമർപ്പിച്ച് അദ്ദേഹം മാനവരാശിക്ക് മൊത്തം ആ സന്ദേശം എത്തിക്കാൻ ഉള്ള ശ്രമത്തിൽ അദ്ദേഹം പൂർണ്ണമായും വിജയിച്ചു എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. ഈ ആസ്ഥാനത്ത് എനിക്ക് എത്തിച്ചേരാൻ ഇതിനു മുമ്പ് സാധിച്ചിട്ടില്ല. പക്ഷേ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന കൂട്ടത്തിൽ ഈ സംരംഭത്തിൻ്റെ വിജയം, അതോട് ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ, ചാരിറ്റി ഈസ് ഗോഡെന്ന് വിശ്വസിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് അദ്ദേഹം കാര്യങ്ങളെ കൊണ്ട് എത്തിച്ചു എന്ന് പറയാനാണ് എനിക്കേറെ താല്പര്യം. വത്തിക്കാനിൽ മാർപ്പാപ്പ തിരുമേനി എഴുതിയ അദ്ദേഹത്തിൻ്റെ ഒടുവിലത്തെ ഏറ്റവും അവസാനം എഴുതിയ 2 ഗ്രന്ഥങ്ങളിലൊന്ന്, ആദ്യം ഒരു ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ മുൻഗാമി ഗോഡ് ഈസ് ലവ് എന്ന് എഴുതിയ ഗ്രന്ഥവും, അതിനുശേഷം ഇപ്പോഴത്തെ വത്തിക്കാനിലെ മാർപ്പാപ്പ തിരുമേനി ഗോഡ് ഈസ് ചാരിറ്റി എന്നുള്ള ഒരു സങ്കല്പം എഴുതുകയുണ്ടായി. എന്നെ സംബന്ധിച്ചിടത്തോളം കാലം ചെയ്ത പരിശുദ്ധ തിരുമേനി ഈ ഒരു ആശയത്തിന് വേണ്ടി, ഈ ആശയം പ്രായോഗിക തലത്തിൽ വിജയിപ്പിക്കാൻ ചാരിറ്റിയെ ദൈവമായി സങ്കല്പിച്ചുകൊണ്ട് ഒരു എളിയ ജീവിതം നയിച്ച് അദ്ദേഹം ഒട്ടേറെ സാമൂഹ്യ പ്രവർത്തനത്തിന് വേണ്ടി സംഭാവന ചെയ്യുമ്പോഴും എളിമയുള്ള ജീവിതം, ഒരു സാധാരണക്കാരൻ്റെ ജീവിതം നയിച്ചുകൊണ്ട് എല്ലാം തൻ്റെ നെഞ്ചിലേറ്റിയ വിശ്വാസത്തിൻ്റെ, ആത്മീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലോകമെമ്പാടുമുള്ള സാമാജിക ജീവിതത്തിന് വേണ്ടി മാറ്റിവെച്ചു എന്ന് ഉള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത. ഞാൻ മറ്റൊരു തലത്തിലും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വിലയിരുത്താൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ രാഷ്ട്രം സ്വാതന്ത്ര്യമായപ്പോൾ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഉപരാഷ്ട്രപതിയായി തിരഞ്ഞെടുത്തപ്പോൾ അദ്ദേഹത്തോട് ഒരു പത്രപ്രവർത്തകൻ ചോദിച്ചു, ഒരു പാശ്ചാത്യ നാട്ടിൽ നിന്നുള്ള പത്രപ്രവർത്തകൻ ചോദിച്ചു, വാട്ട് ഈസ് ദ ഗ്രേറ്റസ്റ്റ് കോൺട്രിബ്യൂഷൻ ഓഫ് ഇന്ത്യ ടു ദ വേൾഡ്? അദ്ദേഹം പറഞ്ഞ മറുപടി സ്പിരിച്വാലിറ്റി എന്നായിരുന്നു. ആ സ്പിരിച്വാലിറ്റിയെ സംബന്ധിച്ചിടത്തോളം സ്പിരിച്വാലിറ്റി ഏതെങ്കിലും ഒരു പ്രത്യേക ഭാരതീയ സ്പിരിച്വാലിറ്റി ഏതെങ്കിലും ഒരു പ്രത്യേക വിശ്വാസത്തിൻ്റെ മാത്രമല്ല, ഒട്ടേറെ വിശ്വാസങ്ങളുടെ കൂട്ടായ്മയിൽ നിന്നും മാനവരാശിക്ക് കൊടുത്ത സംഭാവനയാണ്. അങ്ങനെ ചിന്തിക്കുമ്പോഴാണ് ഞാനും ഈ മധ്യ തിരുവിതാംകൂറിൽ ജനിച്ചു വളർന്ന് പിന്നീട് എൻ്റെ ഔപചാരികമായ വിദ്യാഭ്യാസവും മറ്റും കോഴിക്കോടായിരുന്നു. പക്ഷെ ഞാൻ അഭിമാന പുരസ്സരം പറയാൻ ആഗ്രഹിക്കുന്നു, ഈ മറ്റുള്ള ക്രിസ്തീയ വിശ്വാസങ്ങളെല്ലാം, അതിൻ്റെ സന്ദേശവാഹകരെല്ലാം ഇങ്ങോട്ട് വരികയും ഇവിടെ അതിനനുസരിച്ച് അവർ ആ പ്രവർത്തനങ്ങൾ ഏർപ്പെടുകയും ശ്രദ്ധേയമായ രൂപത്തിലുള്ള നേട്ടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. സൂക്ഷ്മമായി അവലോകനം ചെയ്താൽ ഒരു വസ്തുത ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ക്രിസ്തീയ സന്ദേശത്തെ ഭാരതത്തിൻ്റെ മണ്ണിൽ നിന്നും
ലോകത്തിൻ്റെ നാനാഭാഗത്തേക്ക് എത്തിക്കുന്നതിൽ ഏറ്റവും അധികം വിജയിച്ച ഒരാൾ ആരെന്ന് ചോദിച്ചാൽ എൻ്റെ വിനീതമായ അഭിപ്രായം നമ്മുടെ തിരുമേനിയാണ് എന്ന് ഞാൻ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു. അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ നേട്ടങ്ങളിലൊന്ന്. ഇവിടെ നിന്നും അദ്ദേഹം പോയ എല്ലാ മേഖലകളിലും, അതുകൊണ്ടാണ് പൗരസ്ത്യ സഭ എന്ന പേരിൽ ബിലീവേഴ്സ് പൗരസ്ത്യ സഭ, ആ സഭയെ സംബന്ധിച്ചിടത്തോളം അതിൽ ഭാരതത്തിൽ നിന്നും പുറമേക്ക് കൂടി വ്യാപിപ്പിക്കാൻ, അങ്ങോട്ട് വ്യാപിപ്പിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് എടുത്തു പറയത്തക്ക ഒരു നേട്ടം. ഞാൻ നോർത്ത് ഈസ്റ്റിൽ ഗവർണറായിരുന്ന ആളാണ് 2 കൊല്ലക്കാലം. എനിക്കറിയാം അവിടെ മിസോറാമിലായാലും നാഗാലാൻഡിലായാലും അതുപോലെയുള്ള പ്രദേശങ്ങളിലെല്ലാം ഒരിക്കൽ പോലും ഇത്തരം പ്രദേശങ്ങളിൽ എവിടെയെങ്കിലും ഒരു വർഗീയ കലാപമുണ്ടായതായി ഒരാൾക്കും ചൂണ്ടിക്കാണിക്കാൻ സാധിക്കില്ല. ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും തമ്മിലുള്ള സംഘർഷം. എന്നാൽ അതേസമയത്ത് വംശീയ കലാപങ്ങൾ ഒരുപാട് നടക്കുന്ന പ്രദേശങ്ങളാണ്. അവിടെ ബിലീവേഴ്സ് ചർച്ചിൻ്റെ പ്രവർത്തനങ്ങൾ എത്തിപ്പെട്ട സ്ഥലങ്ങളിൽ ഐ വുഡ് ലൈക്ക് ടു സേ എ ചാരിറ്റബിൾ വർക്ക്, എ സ്പിരിച്വൽ വർക്ക് വിത്ത് എ ഡിഫറൻസ്. ആ ഡിഫറൻസ് നമ്മുടെ തിരുവിതാംകൂറിൻ്റെ മണ്ണിൽ നിന്നും, ഈ കൊച്ചു കേരളത്തിൻ്റെ മണ്ണിൽ നിന്നും അന്യോന്യം മനുഷ്യനെ ബന്ധിപ്പിക്കുന്ന മതവികാരങ്ങളെല്ലാം അന്യനെ ബന്ധിപ്പിക്കുന്ന ഒന്നാക്കി മാറ്റുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉള്ളത് കൊണ്ടാവാം ബിലീവേഴ്സ് ചർച്ചിന് മേഘാലയ ആ പ്രദേശങ്ങളിലെല്ലാം സ്വാധീനമുണ്ടാകാൻ സാധിച്ചതെന്ന് ഞാൻ അവിടെ ഗവർണറായിരുന്നത് കൊണ്ട് എൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് പറയാൻ സാധിക്കും. അങ്ങനെയുള്ള ഒരു മഹാപ്രസ്ഥാനം, ആ പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും ഉപരിതലത്തിൽ നിന്നുകൊണ്ട് നേതൃത്വം കൊടുക്കുന്ന ആളെ നഷ്ടപ്പെട്ടിരിക്കുന്നു. പക്ഷെ അദ്ദേഹം വഴിമരുന്നിട്ട, അദ്ദേഹം പുഷ്ടിപ്പെടുത്തിയ ഈ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് കൂടുതൽ ഉയരങ്ങളിലേക്ക് വ്യാപിക്കാൻ, എത്തിപ്പെടാൻ സാധിക്കട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വേർപാടിൽ ഒരിക്കൽ കൂടി ദുഃഖവും അനുശോചനവും അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നമസ്കാരം.